അപ്പം നമ്മുടെ ഇന്നത്തെ ഹൈക്ക് ഞങ്ങൾ പോയി കയറി കണ്ടു വന്നു. കലക്കനായിരുന്നു. നമ്മൾ അപ്പൊ നമ്മളങ്ങനെ പോവാണ്. പോവാം പോവാം പോവെന്ന് പറയുമ്പോഴത്തേനും പോവാൻ പറ്റുമോ? അപ്പൊ ഇന്ന് ഇവിടെ സാറ്റർഡേ ആണ്. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ഇവിടെ മഴ ഉണ്ടാവാറ്. പക്ഷെ ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പൊ നല്ലൊരു ദിവസമായിരിക്കും. പിന്നെ സ്ഥലത്തിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇന്നത്തെ ദിവസം നല്ല രസമല്ലേ കാണാനായിട്ട്? റോഡ് കണ്ടില്ലേ, നല്ല ഫ്രീ ആണ്. ഇവിടുത്തെ റോഡുകൾക്കൊക്കെ ഉണ്ടല്ലോ മെയിനായിട്ട് എന്താ 60 60 80 110 അങ്ങനെയൊക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കുറഞ്ഞ സ്പീഡിലാണ് ഇവിടെ പോകാൻ പറ്റുള്ളൂ. എന്താണ് നമ്മൾ സിറ്റി സൈഡിലൊക്കെ പോവാണെങ്കിൽ 40 50 അധികം കുറവുണ്ടോ? 30 ഉണ്ടാവും സ്കൂൾ സോണില്. സ്കൂളിന്റെ ഒക്കെ സോണില് 30 അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കേസ്. നമുക്ക് നാട്ടിലെ പോലെ അടിച്ചു മാറി പോക്കൊന്നും നടക്കില്ല. സ്പീഡ് വളരെ കുറവാണ് ഇവിടെ. ഞങ്ങൾ പോണ വഴിക്കൊന്ന് വഴി തെറ്റി, എക്സിറ്റ് മാറിപ്പോയി. ഇപ്പൊ ഇനി 10 കിലോമീറ്റർ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാം. 5 ഞാൻ പറഞ്ഞല്ലേ. കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങൾ. ഇതിനകത്ത് നമ്മള് ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളല്ല. 10 കിലോമീറ്റേഴ്സിൽ എക്സിറ്റ് എടുക്കോളൂ. അപ്പോ എന്താണ് ഇത്, ഈ റോഡ് 110 ആണ്. ഇവിടെ നമുക്ക് എന്തായാലും നമുക്ക് വഴി തെറ്റിയതുകൊണ്ട് കുറച്ച് മുമ്പോട്ട് പോയിട്ട് തിരിച്ചു വരാം. കുറച്ചല്ല, കുറച്ചധികം 10 കിലോമീറ്റർ മുമ്പോട്ട് പോകേണ്ടി വരും. ഒരു എക്സിറ്റ് മിസ്സായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ പോലെ അവിടെ ഇവിടെ തിരിക്കാൻ പറ്റില്ല. ഇപ്പൊ എവിടെയാണ് കൊണ്ട് ക്യാമറ വെച്ചിട്ടുള്ളത്, എവിടെ പോലീസ് നിൽക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പോലീസുകാരെ പോലെ തന്നെയാണ് എവിടെയെങ്കിലും ഒളിഞ്ഞിട്ട് നിൽക്കും. അപ്പം എന്താണ് നമുക്ക് മുമ്പിൽ പോയിട്ട് നമുക്ക് നേരെ പോയിട്ട് തിരിക്കാം. പിന്നെ വഴിയില്ല. നമ്മൾ ഓക്ലൻഡിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പോകേണ്ട കൊറമാൻഡൽ റൂട്ടില്. അപ്പൊ നമ്മളിനി തിരിച്ചു വരാം. അതെ, ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ടല്ലോ. ഈ എക്സിറ്റ് എടുത്തേ. അങ്ങനെ നമ്മള് തിരിച്ച് 10 കിലോമീറ്റർ പോകേണ്ടി വന്നില്ല. അതിന് മുന്നേ എക്സിറ്റ് എടുത്തു. നമുക്ക് ഒരു വഴി എവിടെന്നെങ്കിലും മിസ്സായെന്ന് വെച്ച് നമുക്ക് ഒരുപാട് അങ്ങനെ ഇഷ്ടപ്പെടുന്നത് നമുക്ക് ശാന്തമായിരിക്കും. ആരാധകരെ ശാന്തരാക്കും. അപ്പൊ നമ്മള് ഹാമിൽട്ടൺ സിറ്റിന്ന് വിട്ടു. അപ്പൊ ഇനി ഫുൾ ഇങ്ങനത്തെ റൂറൽ ഏരിയാസ് ആണ്. ടൗൺ വിട്ട് കഴിഞ്ഞാൽ മുഴുവൻ ഇങ്ങനെ ആൽപ്പാക്കാന്ന് പറഞ്ഞിട്ടുള്ള സാധനല്ലേ, റെയിൽവേ ട്രാക്ക് ആണ്. ആൽപ്പാക്കാന്ന് പറഞ്ഞിട്ടുള്ളൊരു മറ്റേ ജീവിയില്ലേ, ആടിന്റെ അല്ല കഴുത്ത് നീണ്ടേ കൊണ്ടൊരു സാധനം. ആ സാധനം അവിടെ കിടപ്പുണ്ടായിരുന്നു. മാൻ കാണാൻ പറ്റുമോ എന്നറിയില്ല. മാനുകളാണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഇനി കഴിക്കുന്നത് മീറ്റ് പർപ്പസിന് കഴിക്കാൻ വേണ്ടിട്ടാണോ? അറിയത്തില്ല, ആയിരിക്കും. മാനിറച്ചി കിട്ടുമല്ലോ അവിടെ, ഒരുപാട് കിട്ടുമല്ലോ. അതിനൊക്കെ ആയിരിക്കും. അവിടെ നമ്മുടെ മാനിനെ വളർത്തേണ്ട കാര്യമില്ലല്ലോ. നാട്ടില് നമ്മുടെ ഇവിടെ മുഴുവൻ പശു, ആട്, ചെമ്മരിയാട് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ടൗൺ വിട്ട് കഴിഞ്ഞാൽ അടുത്ത ടൗൺ എത്തുന്നവരെ നമുക്ക് 49 മിനിറ്റ്സും കൂടെ ഉണ്ട്. നേരെയുള്ള റോഡ് അതൊക്കെ ആവശ്യമൊന്നുമില്ല. വീട് കണ്ടോ അതിന്റെ മുകളില്? അവിടെ ക്യാരവനൊക്കെ ഉണ്ടാവും. അത് ഈ ഫാമിന്റെ ഈ കാണുന്ന സ്ഥലങ്ങളുടെ ഒക്കെ ഓണർ ആയിരിക്കും, മുതലാളിയായിരിക്കും. മൊത്തത്തില് അവര് ചിലപ്പം അവരെ വീട് തന്നെയാട്ടോ. നല്ലൊരു വീട്. എന്റെ ഒരു ഡ്രീമാണ്. എന്തെങ്കിലും കുറെ സ്ഥലം വേണം. സ്ഥലം പറ്റില്ല. അങ്ങോട്ടൊക്കെ ഒരു എസ്റ്റേറ്റ് പോലെ. ഇവിടെ പിന്നെ അധികം മതിലൊന്നുമില്ല. ഇങ്ങനത്തെ പച്ചപ്പുല്ല് വളർത്തി മതിലാക്കി ആ പരിപാടിയൊക്കെയാണ്. സ്ഥലം കടന്നു കയറാൻ മറ്റേ അതിരുമാന്തി കയറാനും നമ്മുടെ ആരും അങ്ങനെ ഒന്നും കേൾക്കുന്നുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ആളുകൾ കുറവാണ് ഇവിടെ. ആടുകളാണ് അവർക്ക് സോളാർ ഉണ്ട് കേട്ടോ ആ വീടിന്റെ മുകളിൽ. കറണ്ട് ബില്ല് ഭയങ്കരമാണ്. കറണ്ട് ബില്ല് നമ്മുടെ നാട്ടിലെ ഇത് വെച്ചിട്ട് നോക്കുമ്പോ കറണ്ട് ബില്ല് നോക്കുമ്പോൾ നമുക്ക് കണ്ണു തള്ളിക്കും. അതുപോലെ കറണ്ട് ബില്ലാണ്. അപ്പൊ സോളാറൊക്കെ തന്നെ വഴിയുള്ളൂ. ഇവിടെ എനിക്ക് അധികം കണ്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം ഇവിടെയാണ് ഇപ്പൊ സോളാർ കാണുന്നത്. ഇവിടുത്തെ സ്കൈ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? സ്കൈ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ അല്ല മേഘങ്ങള്
ന്യൂസിലൻഡ് പറയുന്നത് ലാൻഡ് ഓഫ് ലോങ് വൈറ്റ് ക്ലൗഡ്സ് എന്നാണ്. എപ്പൊ നോക്കിയാലും ഇങ്ങനെ നല്ല മേഘങ്ങൾ അവിടെ ഒക്കെ കാണാം. അതുകൊണ്ട് തന്നെ അതുകൊണ്ടായിരിക്കണം ആ പേര് കിട്ടിയത്. ശരിക്കും പറയാണല്ലോ നമ്മള് ബിസി ലൈഫിൽ നിന്നൊക്കെ ഒരുപാട് എന്താണ് ജോലിയൊക്കെ ചെയ്ത് ഒരു റിട്ടയർമെന്റ് ലൈഫ് ജീവിക്കാനായിട്ട് നല്ല സ്ഥലം. അങ്ങനെ ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വന്ന വഴിക്ക് ഒന്ന് വണ്ടി നിർത്തി. അപ്പൊ നോക്കിയേ പശുക്കൾക്ക് തണുപ്പ് കാരണം ഒരു ജാക്കറ്റ്. എന്താണ് പെറ്റിക്കോട്ടിട്ട പശുവാണ് തണുപ്പിന്ന്. എനിക്കൊന്ന് കുഞ്ഞു ക്രാവുകൾക്കാന്ന് തോന്നുന്നു. വലിയ പശുക്കൾക്കൊന്നും കണ്ടിട്ടില്ല ഇങ്ങനത്തെ. എവിടെയൊക്കെ ഒന്നോ രണ്ടോ കണ്ടു. നിർത്താന്ന് വെച്ചു. അങ്ങനെ നല്ല റോഡാണ്. നല്ല പിള്ളേർ പിന്നെ എല്ലായിടത്തും ഉണ്ടേ. വേസ്റ്റ് കൊണ്ടിട്ട് ബട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടേ. ഇപ്പൊ ഇത് ഇവിടെ കാണുന്നതാണ് നമ്മൾ വന്ന വഴി. അങ്ങനെ വന്ന് ഇവിടെ കയറി ഇത് കണ്ടോണ്ട് നിർത്തിയതാണ്. എന്താ പറയാനുള്ളത്? കൺട്രി റോഡ്. ഇതെന്തോ ട്രാക്ടറൊക്കെ പോയിട്ട് ചെളിയൊക്കെ ആക്കി. ആ വീട് കൊള്ളാട്ടോ, നല്ല വീട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നമ്മൾ അപ്പുറത്തെ കണ്ടെത്തി കിടക്കും. നോക്കുന്നില്ല, ഞാൻ നേരെ റോഡ് തന്നെ ചെയ്ത് പോവാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ കിവി നമ്മളിങ്ങനെ നാട്ടിൽ കേട്ടിട്ടില്ല കിവീസ്. എന്താണ് ദുബായ് എന്ന് പറഞ്ഞത്. ദുബായ് തന്നെ മനസ്സിലായാലും വരുന്നത്. ന്യൂസിലാൻഡിലെ കിവി എന്ന് പറഞ്ഞിട്ട് 3 ഐറ്റംസ് ഉണ്ട്. ഒന്ന് കിവി ഫ്രൂട്ട് ഉണ്ട്, പിന്നെ 2 കിവി ഇവിടുത്തെ ന്യൂസിലൻഡേഴ്സിനെ വിളിക്കുന്ന കിവീസ് എന്നാണ്. പിന്നെ രണ്ടാമത് ഇവിടുത്തെ നാഷണൽ ബേർഡ് ആയിട്ടുള്ള കിവി എന്ന് പറഞ്ഞൊരു ബേർഡ് ഉണ്ട്, ഒരു പക്ഷിയുണ്ട്. ഒരു എന്താ പറയുക, ഒരു കോഴി, നമ്മുടെ കാട്ടുകോഴീനൊക്കെ പോലെ ഇരിക്കുന്നത്. കാട്ടുകോഴി, കുളക്കോഴി കുഞ്ഞ. അതങ്ങനെ ഇരുട്ടത്തൊക്കെ ഇറങ്ങി വരുള്ളൂ, മറ്റേ സൈലന്റ് ആയിട്ടിരിക്കുമ്പോ ഇറങ്ങി വരത്തുള്ളൂ. അങ്ങനെ ഒരു കോഴിയല്ല, ഒരു ബേർഡും ഉണ്ട്. കിവിയുടെ കോഴിന്ന് വിളിക്കുന്ന വെറുത്തുകാര് ക്ഷമിക്കൂല. നമ്മളൊരു പാലത്തിന്റെ മണ്ടേ കൂടെ പോവാണ്. നമുക്കിനി 10 കിലോമീറ്റർ കൂടെ ഉള്ളൂ. 10 കിലോമീറ്ററിൽ 14 മിനിറ്റ് എന്നാ കാണിക്കും. 10 കിലോമീറ്ററിൽ നമ്മള് ഉദ്ദേശിച്ച സ്ഥലത്ത് അങ്ങോട്ടാണ്. നമ്മളൊരു കുഞ്ഞു ടൗൺ എത്തി, പൈറോവയിലെത്തി. അങ്ങനെ നമ്മൾ എത്താറായി. 2 കിലോമീറ്ററിൽ നമ്മൾ എത്തുവേ. ഇവിടെ 700 മീറ്ററിൽ നമ്മൾ ഒരു പാലം പോയി കണ്ടോ കാണുന്നുണ്ട്. ഇതിൽ കൂടെ നമ്മൾ ചിലപ്പോൾ അതവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, അതാണ്. അപ്പൊ ഞാൻ നിങ്ങൾ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാവേ. നനയൂട്ടോ. ഐസ് പോലത്തെ വെള്ളം, ഐസ് പോലത്തെ വെള്ളം. ഭയങ്കര തണുത്തല്ല വെള്ളം. അതിന് നല്ല
അവിടെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇതിലേക്കാണ് പോകുമ്പോൾ അങ്ങനെ പോകും. ഈ പൂ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ഐലൻഡേഴ്സ് പൂ വെക്കുന്നില്ലേ? എടി നീ ചെവിയിൽ വെച്ചിട്ടില്ലേ സാധനം? അത് കൂട്ട് പോവും. തലയോ? ആ തലയിൽ. അപ്പൊ നമ്മൾ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ഇങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് പോണം. നമ്മൾ നേരത്തെ പറഞ്ഞ കിവി ഉണ്ടല്ലോ, ആ കിവി ഇതാണ് ആ കിവി ബേർഡ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ നാഷണൽ ബേർഡ്. കണ്ട ഒരു കിളീനെ പോലെ ഒന്നുമില്ലെങ്കിലും ഇതൊരു ബേർഡാണ്. ഇത് ഇവിടെ ഉണ്ടെന്നാണോ പറയുന്നത്? ചിലപ്പോൾ കാണും, നമുക്ക് നോക്കാം. ഇതൊരു ഗോൾഡ് മൈനിങ് ഒക്കെ നടക്കുന്ന മൈനിങ് ഇല്ലേ നമ്മുടെ? നടന്നുകൊണ്ടിരുന്നതാണോ നടക്കുന്നതാണോ? കാണുന്ന ഗോൾഡ് ആണോ ഈ മഞ്ഞ കളർ കാണുന്നത്? ഇത്രയും ഗോൾഡ് ഉണ്ടായി ഞാൻ ഇവിടെ കിടക്കും. 10 മില്യൺ ഇയേഴ്സ് മുന്നേ ഒരു വോൾക്കാനിക് എറപ്ഷൻ വന്നിട്ടാണ് ഇപ്പം ഈ ഗോൾഡ് മൈനിങ് നടക്കുന്ന പോലെയുള്ള ലാൻഡ്സ്കേപ്പ് ഒക്കെ വന്നതെന്നാണ് പറയുന്നത്. ഹീറ്റ് വന്നു കഴിയുമ്പോൾ ഗോൾഡ് ഇങ്ങനെ എർത്തിന്റെ സർഫസിലോട്ട് മൂവ് ചെയ്യും. ഈ ഗോൾഡൻ കളർ ഇത് ചിലപ്പോൾ ഗോൾഡ് ആയിരിക്കാം. ഗോൾഡ് പ്രത്യേകിച്ച് ഇങ്ങോട്ട് പോയി നോക്കാം. ഗോൾഡ് കിട്ടിയ കുറച്ച് എടുത്തോണ്ട് വരാം. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതിയേ. ഹിമാചലിലൊക്കെ പോകുമ്പോ കാണുന്നൊരു പാലം. ശരിയാണ്. കഷ്ടമാണ് ആ പാലം. പക്ഷെ ഞാൻ വലിയ കലക്കം പാലം ഉണ്ട് കാണിക്കാതെ. കുക്കർവാലി ട്രാക്കിന്റെ പാലം പോലെ ഒരു റീലൊക്കെ കാണാൻ പറ്റും. തൂക്കുപാലല്ല, പക്ഷെ ഗോൾഡ് മൈനിങ് സൈറ്റാ. ഇതോ ചുരണ്ട് നോക്കണോ? നമുക്ക് ഇവിടെ പോണേ. Lookouts for scenic cliffs. ഇത് ഗോൾഡ് മൈനിങ്, ഗോൾഡ് ഇൻ ദ ബാറ്ററി റിമെയിൻസ്. എല്ലായിടത്തും പോയോ? എല്ലാം വലിയ ഒത്തിരി ഒന്നും ഇല്ല. ഇതൊരു ഇത് കണ്ടോ ഇവിടെ ഇതിന്റെ ഈ ഒരു ഏരിയയിലായിട്ട് ഇങ്ങടായിട്ട് ഒരു കേവ് ആണ്. അപ്പൊ അതിലേക്ക് പാലം ചെറുതായിട്ടല്ല നല്ല രീതിയിൽ ആടുന്നുണ്ട്. ആട്ടമുണ്ട് പാലത്തിന് ആട്ടമുണ്ട്. തടി കൊണ്ടൊക്കെ കെട്ടിയിട്ടുള്ള പാലാന്ന് തോന്നുന്നു. നല്ലപോലെ ആടുന്നുണ്ട്. നടക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ശരിക്കും. കല്ലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. റോക്ക് ഫാൾസ് ഉണ്ട്. പിള്ളേരെ സൂപ്പർവൈസ് ചെയ്യണം. ടോർച്ച് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടോർച്ചൊന്നുമില്ല. ഫോണുണ്ട്. ലൈറ്റ് വെച്ച് നോക്കാം. 2-3 ഫോണുണ്ട്. ഇവിടെ ആരോ വെച്ചേക്കണേ? അതെ, മുകളിലേക്ക് മേളിലോട്ട് വുഡ് സ്റ്റോക്ക് റാംവേ ആണ്. 15 മിനിറ്റ് സ്റ്റീപ്പായിട്ടുള്ള കുറച്ച് സ്റ്റെയർ ഒക്കെ കേറിയിട്ട് വേണം. സ്റ്റെയർ നമ്മൾ ഈ പണ്ട് ട്രാം പോയിക്കൊണ്ടിരുന്ന ഒരു വഴിയിലെത്തി. ഈ കാണുന്ന സ്ഥലത്ത് ടാലിസ്മാൻ ബാറ്ററി എന്ന് പറയുന്ന സ്ഥലത്ത് പഴയ കാലത്ത് ഒരു ഗോൾഡ് മൈനിങ് സൈറ്റായിരുന്നു ഒന്ന്. ഈ പുഴയെന്നോ അങ്ങാണ്ടും സ്വർണ്ണം എടുത്ത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തിൻ്റെ റിമെയിൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ട്രാം ഉണ്ടായിരുന്നു. ട്രാമിലാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. എന്താ വുഡ് സ്റ്റോക്ക് ട്രാംവേ.
നിഗൂഢമായിട്ടുള്ള ഒരു സ്ഥലം പോലെ തോന്നല്ലേ. ആ 1920 റാം പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. നടന്നു നോക്കാം. ആ ഇതിനാണോ ട്രാം എന്ന് പറയുന്നത് ഇവര്? ഇപ്പോഴത്തെ ട്രാം അല്ല ഈ സാധനം. മണലൊക്കെ കേറ്റിട്ട് താഴെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യുന്നത് ഗോൾഡ് ഉണ്ടോന്നൊക്കെ അരിച്ചെടുക്കുന്ന സ്ഥലം. അവശിഷ്ടങ്ങളൊക്കെ എവിടെ കിടപ്പുണ്ട്. ഈ മുമ്പിൽ കാണുന്ന ഈ കേവാണ് നമുക്ക് പോകേണ്ടത്. ഇതിനകത്ത് ടോർച്ച് അടിച്ച് പോകണമെന്ന്, ടോർച്ച് കൈ പിടിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ടോർച്ച് അടിച്ച് പതിയെ പതിയെ പോയി നോക്കാം. ഇതിനകത്താണോ മറ്റേ കുറവയാ? ഇതിനകത്തും ചെറിയ തണുപ്പുണ്ട്. വലിയ തണുപ്പെന്ന് പറയാനില്ല. ഇതേ നോക്കി നമ്മളിത് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. മഷ്റൂം അങ്ങനെ ചെറിയൊരു ഗുഹയായിരുന്നു. അതിന് കഴിഞ്ഞു. ഗോൾഡൻ കളറിലുണ്ട് ആ സാധനം. ശരിക്കും പറഞ്ഞാൽ ഗോൾഡൻ കളറിലാണ് നമ്മളെ ശരിക്കുള്ള കണ്ണുകൊണ്ട് നോക്കുമ്പോഴാണ്. ഇത് ഗോൾഡാണോ? ചാടത്തെ അങ്ങോട്ട് ബാഹുബലി ആയിരുന്നു ചാടിയായിരുന്നു. അവിടെയൊക്കെ ആ പാർക്കൊക്കെ അതിന് വെള്ള കളറിലായിരിക്കുന്നേ. വെള്ളമല്ല, ഇത്രയും ഗോൾഡൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ വെറുതെ വിടുവോ? ഗോൾഡ് ആയിരിക്കില്ലായിരിക്കും. താഴ്ച നോക്ക്. ഗോർജ് എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് മലയുടെ ഇടയ്ക്കോടെ ഇങ്ങനെ കൊക്ക, അതാണ് ഗോർജ്. പോയ സ്ഥലത്തിന്റെ മിനിയേച്ചർ. അതൊക്കെ നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അതെ അതെ. തല സൂക്ഷിച്ച് നടന്നില്ലേ തല മുട്ടുവേ. സൂക്ഷിച്ച് നടക്കണേ, തല മുട്ടും. തല എന്തോ വീണോന്നോ? ഇല്ല, മുടിയത്. എന്തിനാണോ ഇങ്ങനെ? അതെ, ഈ ചെറിയ പാറ വീണ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഹെൽമെറ്റ് വെച്ചാൽ മതി. കണ്ടോ അവിടെ ഈ മറ്റേ കല്ലിനുള്ള ഒരു കളർ വ്യത്യാസം കണ്ടോ ഇവിടെ ആയിട്ട്? നടക്ക്. ഓപ്പലാണോ? അതിങ്ങനെ ഒരു വിൻഡോ പോലെ ഇങ്ങനെ. ഇത് ഗുഹയാണ്. ഗുഹയുടെ നടുക്ക് ആയിട്ടൊരു വിൻഡോ പോലെ ഒരു സ്ഥലം. അവിടെ റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പാലമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും കാണത്തില്ല. മുമ്പോട്ടൊന്നുമില്ല. മുമ്പോട്ട് അവിടുന്ന് ഒരു ടീം വരുന്നത് കൊണ്ട് ചെറിയ ലൈറ്റ് കിട്ടും. അവർ മുമ്പിൽ പോയിരുന്നു. ഗ്ലോബോംസ് ഒന്നും ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഭയങ്കര കുത്തനായിട്ടുള്ളൊരു ഇറക്കമാണ്. സൂക്ഷിച്ചിറങ്ങില്ലെങ്കിൽ നല്ല രസമായിരിക്കും. നോക്കി പോണേ. ഇത് ക്രൗൺ ട്രാംവേറ്റ് ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ട്. ഇതിലിപ്പോൾ ട്രാം ഇതിലൂടെ പോകുന്നതാണ് പറയണത്. ഇതിന് മുകളിൽ കൂടെ ട്രാം പോകുന്നതെന്നാണ് പറയുന്നത്. ആ ബ്രിഡ്ജിൽ നമ്മൾ നേരത്തെ കണ്ട ഒരു ചെറിയൊരു വിൻഡോ, എന്താണ് വിൻഡോ ലുക്ക് ഔട്ട് എന്ന് പറയുന്ന സാധനമാണ് നീ കാണുന്നത്. ഇത് പിന്നെ ഒരെണ്ണം ഇവിടെ വരണം. അതെ, ഈ ലോക സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം പോലെയൊക്കെ ഇല്ലേ?
ലോക ചെറിയ ഉറവൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഉറവ ഇത് നല്ല രസമല്ലേ ഈ സാധനം കാണാൻ. ഒരു കഷ്ണം ഗോൾഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. അധികമൊന്നും വേണ്ട. അതിലൊരു ത്രില്ലില്ല. ഒരു 5-10 കിലോ മതി ഗോൾഡേ. നേരത്തെ നീ അവിടുന്ന് പറഞ്ഞില്ലേ മഞ്ഞ കളർ കണ്ടോന്ന്, ഗോൾഡാന്ന് പറഞ്ഞത്. കുറച്ച് ചുരണ്ടി എടുത്തോണ്ട് പോക്കോ. അപ്പം ഇനി നമ്മുടെ ഇന്നത്തെ വാക്കൂടെ കഴിഞ്ഞു. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വീട് പിടിക്കാം. രസമായിരുന്നു. നല്ല പോകുന്ന വഴിക്ക് 2 സ്ഥലം നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ അതുണ്ട്. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ 1-2 സ്ഥലം കണ്ടായിരുന്നു. അപ്പൊ തിരിച്ച് ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞായിരുന്നു. അവിടെ കൂടെ ഒന്ന് കേറിയിട്ട് പോണം. അപ്പൊ ശരി, ബൈ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഹൈക്ക് ഞങ്ങൾ പോയി കയറി കണ്ടു വന്നു. കലക്കനായിരുന്നു. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കുറെ ഗോൾഡൊക്കെ തപ്പിയെടുക്കാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഗോൾഡ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഗോൾഡിന്റെ എന്തോ മൈനിങ് നടക്കുന്ന സ്ഥലം അങ്ങാണ്ടൊക്കെ ആയിരുന്നു പണ്ട്. ഇപ്പോഴല്ല. ഇപ്പൊ അതും പ്രതീക്ഷിച്ച് ആരും വന്ന് കുന്നു കയറണ്ട, ഒരു ഉണ്ടയും കിട്ടാൻ പോലുള്ള. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു കേട്ട് വന്നു. രസമായിരുന്നു. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ എന്താ പറയുന്നത്, ഇപ്പൊ ഇവിടെ നിന്നല്ല എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു വീക്ക്ലി വൺസ് ഒക്കെ നിങ്ങൾ ഫാമിലി ആയിട്ട് പുറത്തൊക്കെ ഒന്ന് പോകണം. ഞങ്ങൾ വലിയ ആന പൈസ മുടക്കിയിട്ട് പോകുന്നൊന്നുമല്ല.